നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ജിതിന്റെ ഒപ്പമായിരിക്കുമ്പോ ഞാൻ എങ്ങനെ ഇവന് ഫോൺ എടുക്കും? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ഞാൻ പറഞ്ഞില്ലേ വിനയ്, എനിക്കിപ്പോ അധിക നേരം ഫോണിൽ സംസാരിക്കുന്നതിനോട് എന്തോ താല്പര്യമില്ല. പിന്നെ ഞാൻ ഓരോരോ ആവശ്യങ്ങൾക്കല്ലേ പുറത്തു പോകുന്നേ. അപ്പോ എന്തെങ്കിലുമൊക്കെ തിരക്ക് വന്നു പോകും. അതുകൊണ്ടാവും എടുക്കാത്തത്. വിനയ്ക്ക് അത് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത് വിനയ്ക്ക് പരിഭവമായോ? ഏയ്, ഞാൻ ജസ്റ്റ് നിന്നോട് പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ല, വിനയ്ക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കണോ? ഏയ്, എനിക്കിപ്പോ ഒന്നും വേണ്ടടോ. വിനയ്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? ചോദിച്ചോളൂ. വിനയ്ക്ക് ഇപ്പോഴും ആ ഗാർഗിയോട് സ്നേഹമുണ്ടോ? താനെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, വിനയ്ക്ക് എന്നെയാണോ അതോ ഗാർഗിയാണോ കൂടുതൽ ഇഷ്ടം? ഗാർഗി ആരാണ് കണക്കെടുത്തിരിക്കുന്നത്? അവളോട് എനിക്ക് സ്നേഹമുണ്ടെന്ന് ആരാണ് പറഞ്ഞത്? എനിക്ക് അവളോട് സ്നേഹമൊന്നുമില്ല, വെറുപ്പ് മാത്രമേ ഉള്ളൂ. അവള് വിനയ് താലി കെട്ടിക്കൊണ്ടുവന്ന ഭാര്യയല്ലേ? അപ്പോ ഇത്തിരിയെങ്കിലും സ്നേഹം വിനയ്ക്ക് അവളോട് കാണാതിരിക്കോ? എനിക്ക് അവളോടെ ഒരു തരി പോലും സ്നേഹമില്ല. ഉറപ്പാണോ? ഉറപ്പ്. അല്ല റിയപ്പോ ഇതൊക്കെ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? അവൾ എന്നെ കുറിച്ച് എന്തെങ്കിലും ഏഷണി പറഞ്ഞ് വിനയെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചാ വിനയ് വിശ്വസിക്കോ? ഹേയ്, ഒരിക്കലുമില്ല. അവളുടെ വാക്കുകൾക്ക് ഞാൻ ചെവി കൊടുക്കേയില്ല. എനിക്കത് വിശ്വസിക്കാലോ അല്ലേ? അതിനെന്താ എത്ര സംശയം? വിശ്വസിക്കാം. അല്ല, ഇതൊക്കെ താനെന്തിനാ ഇപ്പൊ എന്നോട് ചോദിച്ചത്? അത് വിനയ്, ഗാർഗി എന്നെ വെല്ലുവിളിച്ചിരിക്കുവാ. അവൾ ഏഷണി പറഞ്ഞ് വിനയെ വിശ്വസിപ്പിച്ചിട്ട് വിനയ് വന്ന് എന്നെ ഇവിടുന്ന് ഇറക്കി വിടുന്നു. പിന്നെ അവള് പറഞ്ഞാലുടൻ ഞാനിപ്പോ അങ്ങോട്ട് വിശ്വസിക്കാൻ പോവല്ലേ? അവളെവിടെ? ഞാനൊന്ന് ചോദിക്കട്ടെ. അയ്യോ, വേണ്ട വേണ്ട, വിനയായിട്ട് അങ്ങോട്ട് പോയി ചോദിക്കണ്ട. അവളെ അങ്ങനെ വിട്ടാ ശരിയാവില്ലല്ലോ. വേണ്ട വിനയ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇപ്പൊ വിനയ് ഒന്നും ചോദിക്കണ്ട. വിനയ് ഒരു കാര്യം മാത്രം ചെയ്താ മതി. അവളായിട്ട് എന്നെ കുറിച്ച് എന്തെങ്കിലും പറയാൻ വന്നാ അതിന് ചെവി കൊടുക്കാതിരുന്നാ മാത്രം മതി. അവളെ കാണുന്നത് തന്നെ എനിക്ക് ചതുർത്ഥിയാ, പിന്നെയാണ് അവൾക്ക് ചെവി കൊടുക്കുന്നത്. അതിനൊന്നും എന്നെ കിട്ടില്ലറിയാം. പ്രിയ, നാളെ വൈകുന്നേരം നമുക്കൊരു പാർട്ടിക്ക് പോയാലോ? അത് നാളെ പാർട്ടിക്ക് പോണ്ട വിനയ്. അതെന്താ? നാളെ വൈകുന്നേരത്തേക്ക് വേറെ വല്ല പ്രോഗ്രാം ഉണ്ടോ? അത് പ്രഭാവതി ആന്റി എന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം ഏൽപ്പിച്ചിരിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട് വൈകുന്നേരം ഒരാളെ കാണാൻ പോകേണ്ടതുണ്ട്. അല്ല, റിയ ആരെ കാണാൻ പോകുന്നത്? അത് ആരാണെന്ന് പ്രഭാവതി ആന്റിക്ക് മാത്രമേ അറിയൂ. ഞാൻ പോയിട്ട് വന്നിട്ട് എല്ലാം വിശദമായിട്ട് വിനയോട് പറയാം. ഇപ്പൊ തന്നെ നേരം വൈകി, ഞാൻ പോയി കിടക്കട്ടെ. നാളെ രാവിലെ നേരത്തെ പോവാനുള്ളതല്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.